ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്കുള്ള പകരം തീരുവ താൽക്കാലികമായി മരവിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പകരം തീരുവ മരവിപ്പിച്ചതിനു പിന്നാലെ US വിപണിയിൽ വൻ കുതിപ്പ് രേഖപ്പെടുത്തി. അതേസമയം ചൈനയ്ക്ക് മേൽ 125% അധിക തീരുവ ഏർപ്പെടുത്തിയതായി ട്രംപ് അറിയിച്ചു. ഇത് മൂന്നാം തവണയാണ് അമേരിക്ക ചൈനയ്ക്ക് മേൽ അധിക തീരുവ ഏർപ്പെടുത്തുന്നത്. മധു കൊട്ടാരക്കരയുണ്ട് ന്യൂജേഴ്സിയിൽ നിന്ന് ഇപ്പോൾ വിശദാംശങ്ങളുമായി. മധു, ഗുഡ് മോർണിംഗ് മധു. ഏതായാലും ഈ ചൈനയുമായി മാത്രം ഒരു പോരിലേക്ക് എന്നുള്ളതാണോ ട്രംപിന്റെ പുതിയ രീതി? ഗുഡ് മോർണിംഗ് ഉന്മേഷ്. ചൈനയുമായിട്ട് വിട്ടുവീഴ്ച ഇല്ലെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഓരോ ദിവസവും തെളിയിക്കുന്നത്. US ഉൽപ്പന്നങ്ങൾക്ക് അന്യായമായ ഇറക്കുമതി തീരുവ ഈടാക്കുന്നു എന്നൊക്കെ ആരോപിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ ഈ പകര ചുങ്കം. ഇതിപ്പോൾ താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയാണ്. 90 ദിവസത്തേക്ക് അടിസ്ഥാനമായ ഒരു പകര ചുങ്കം ഉണ്ടായിരുന്നു 10%. അത് മാത്രമായിരിക്കും പ്രാബല്യത്തിൽ വരിക. അധികമായി കഴിഞ്ഞ ദിവസം ചുമത്തിയ തീരുവയാണ് ഇപ്പോൾ 3 മാസത്തേക്ക് മരവിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വ്യാപാര യുദ്ധത്തിൽ ചൈനയോട് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ലെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ചില സൂചനകൾ. ചൈനയ്ക്കുള്ള ഇറക്കുമതി തീരുവ 125% വീണ്ടും ഉയർത്തിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരലിൻ ലിവിറ്റാണ് ഇന്ന് മാധ്യമങ്ങളോട് അറിയിച്ചത്. US-ൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ഈടാക്കുന്ന മറ്റ് രാജ്യങ്ങൾ, അതിലെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ ഒരു വ്യാപാര സ്വാതന്ത്ര്യത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നൊക്കെ ആരോപിച്ചാണ് ഡൊണാൾഡ് ട്രംപ് പകരം തീരുവയ്ക്കുള്ള ഈ നടപടികളൊക്കെ തുടങ്ങിയത്. അമേരിക്കൻ പണം കൊണ്ട് മറ്റ് രാജ്യങ്ങളെല്ലാം സമ്പന്നരായെന്നും പുതിയ നടപടിയിലൂടെ രാജ്യത്ത് കൂടുതൽ വ്യവസായങ്ങൾ വരുമെന്നും ട്രംപ് പറയുന്നു. ഈ വ്യാപാര യുദ്ധം കനക്കുന്നതിനിടയിലാണ് ചൈനയ്ക്ക് ബുധനാഴ്ച 104% തീരുവ ഏർപ്പെടുത്തിയത്. ഇതിന് പിന്നാലെ ചൈന തിരിച്ചടിക്കുകയും ചെയ്തു. US-ൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ചൈന 84% തീരുവ പ്രഖ്യാപിച്ചു. ഇത് കഴിഞ്ഞ് 24 മണിക്കൂർ പിന്നീട് മുമ്പാണ് US ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് വീണ്ടും ഈ 125% ഉയർത്തിയിരിക്കുന്നത്. പക്ഷേ ഇന്ന് ഈ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇങ്ങനെ ഈ പ്രഖ്യാപനം നടത്തിയതോടുകൂടി, മരവിപ്പ് പ്രഖ്യാപിച്ചതോടുകൂടി ഓഹരി വിപണി ഉണർന്നിരിക്കുകയാണ്. ട്രംപിന്റെ പ്രഖ്യാപനത്തോടെ S&P 500 9.52% ഉയർന്നു. ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വേണമെങ്കിൽ ഏറ്റവും മികച്ച ഒരു പ്രകടനമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഡൗ ജോൺസ് 7.87% ആണ് കാണിച്ചിരിക്കുന്നത്. മാർച്ച് 2020 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത്. അതുപോലെ നാസ്ഡാക്കും 12.16 കുതിച്ചിരിക്കുകയാണ്. 2001 ജനുവരിക്ക് ശേഷം നാസ്ഡാക്കിന്റെ ഏറ്റവും മികച്ച പ്രകടനമാണിത് ഉന്മേഷ്.